മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. Download Moj. Download Moj. അതിഥി എന്നൊരു പേര് പറഞ്ഞ് ഇതര നാട്ടിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന സർക്കാരെ ആധാറില്ല, അഡ്രസ് ഇല്ല, പേരിന് പോലും രേഖകളില്ല. AKMT സിന്ദാബാദ്. ജില്ലാ സമ്മേളനം സിന്ദാബാദ്. പ്രതിനിധി സമ്മേളനം സിന്ദാബാദ്. AKMT സിന്ദാബാദ്. AKMT സിന്ദാബാദ്. AKMT സിന്ദാബാദ്. അങ്ങനെ 6 ജില്ലാ സംസ്ഥാന മനസ്സിലാക്കാനും തിരുത്തപ്പെട്ടുണ്ടായ കാര്യങ്ങൾ ചർച്ചയിലൂടെ അത്തരം കാര്യങ്ങളെ നോക്കിക്കാണാനും വേണ്ടി ആണ് നമ്മൾ പ്രതിനിധി സമ്മേളനം എന്ന രീതിയിൽ ചേർന്നത്. നമുക്കറിയാം 2018 മുതൽ നല്ല രീതിയിൽ സംഘടനാ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. നമുക്കറിയാം ഒരുപടി നേതാക്കന്മാരുടെ സംഘടന എന്ന ആ ഒരു ചരിതാർത്ഥം നെഞ്ചിലേക്ക് അഹോരാത്രം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് സംഘടനാ മേഖലയിൽ അല്ലെങ്കിൽ സംഘടനാ ഭാഗമായി കേരളത്തിൽ തന്നെ, അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല എന്നുള്ളത്. അത്തരം നേതാക്കളുടെ ആ ഒരു അകമറിഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വലിയ അംഗീകാരം ഇത് നിലനിർത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ട് വേണം ഇതിന് മുമ്പോട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം നൽകുക എന്നുള്ളതാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ക്ഷണിച്ചനുസരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി വടകരയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം. രണ്ടാമത് നമ്മുടെ ഈ പരിപാടിയുടെ സാന്നിധ്യം എന്ന നിലയിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സുധൻ മട്ടന്നൂർ അദ്ദേഹത്തെ ചേർന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ മനീഷ് നീലേശ്വരൻ നിരവധി വർഷങ്ങളായ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നതിന് മുമ്പ് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചതും നമ്മളെ പോളിംഗ് മേഖലയിൽ പ്രവർത്തിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മളെ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ നാടിൻ്റെ നാനാഭാഗത്ത് പ്രഗത്ഭരായ വ്യക്തികളും ജവാന്മാർ, മറ്റു സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭ നേതാക്കന്മാർ ഈ കാലയളവിൽ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് അനുശോചനം രേഖപ്പെടുത്തി സൈറ്റ് വർക്കേഴ്സ് അസോസിയേഷന്റെ
നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി വടകര, ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ സെക്രട്ടറി മനീഷ് പി വി, ഈ 1.5 വർഷത്തോളം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് സജീവമാകാൻ പറ്റാതിരിക്കുമ്പോൾ ആ പ്രസിഡന്റിന്റെ സ്ഥാനവും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമായി പ്രവർത്തിച്ച ശ്രീ കുഞ്ഞികൃഷ്ണൻ ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ, ഈ സംഘടന രൂപീകരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച ആശയങ്ങൾ എത്ര കണ്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റി, എന്തെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല, ഇനി എന്തെല്ലാം നമ്മൾക്ക് മുമ്പിലോട്ട് ചെയ്യാനുണ്ട്, എവിടെയൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ എത്തിയിട്ടുണ്ട്, എവിടെയൊക്കെ നമ്മുടെ പോരായ്മകളുണ്ട് എന്നൊക്കെ ചക്രപാണി, അതുപോലെ നമുക്കറിയാം 2008 മുതലുള്ള പല അനുഭവ കഥകളും അറിയാം. ഇവിടെയുള്ള പഴയ പല ആൾക്കാരുണ്ട്. അപ്പൊ 2008 മുതൽ സംഘടന നേരിട്ട വെല്ലുവിളികളിൽ തുടക്കത്തിൽ തന്നെ നമുക്കൊരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അതൊരു കൂട്ടായ്മയാണ്. വലിയൊരു കൂട്ടായ്മയുടെ ശ്രമഫലമായിട്ടാണ് സംഘടന എന്ന സംവിധാനം തന്നെ എവിടെയും വളരുന്നതും പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ കൂട്ടായ്മയെ ഇല്ലാതാക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തി, ഒന്നോ രണ്ടോ വ്യക്തികൾ വിചാരിച്ചാലും നടക്കില്ല എന്നും കൃത്യമായി സന്ദേശം കൊടുക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. തിരിച്ചുവരവിന് വേണ്ടി ഇന്ന് പലരും പല വാതിലുകളും മുട്ടുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ അവരെയൊക്കെ സ്വാഗതം ചെയ്യാൻ സംഘടന തീരുമാനിച്ചാണ്. കാരണം മാറി നിൽക്കുന്നവയും അതുപോലെ പ്രവർത്തനങ്ങളിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുന്നവരൊക്കെ, അല്ലെങ്കിൽ വേറെ സംഘടനയുടെ അല്ലെങ്കിൽ വേറെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോയവരൊക്കെ തിരിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ എത്തിക്കുക എന്നുള്ള സംഘടനയുടെ തീരുമാനപ്രകാരം പല ജില്ലകളിലും ഇത്തരം തൊഴിലാളികളെയും പഴയ നേതാക്കളൊക്കെ സംഘടന ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ യൂത്ത് തലം ഒരു സമ്മേളനം ആരംഭിച്ചു. മണ്ഡല സമ്മേളനം പൂർത്തിയാക്കി ജില്ലാ സമ്മേളനത്തിൽ കടന്നിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ സംഘടന. ഒരു കാലത്ത് നിരവധി പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു സംഘടനാ സംവിധാനം ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ അത് കെട്ടിപ്പടുക്കുവാൻ ഏതൊക്കെ രീതിയിൽ സാഹചര്യം അനുസരിച്ചുള്ള പ്രവർത്തനം നടത്തണം, അത് എങ്ങനെ ജനങ്ങൾ എങ്ങനെ രാഷ്ട്രീയ 2008 മുതൽ പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ ഈ സംഘടനയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ, പല ദിക്കിലുള്ള ശ്രമങ്ങൾ, അത് രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ പല ദിക്കിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സംഘടനയ്ക്ക് ഒരു കാലത്ത് വിലയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ കക്ഷികളെ ചെയ്യുന്നതൊന്നും ഒരു വിലക്കും നമ്മൾ ഒരു കാലത്ത് ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായം നമുക്ക് കിട്ടും. കാരണം ഇന്നേ രാഷ്ട്രീയ പാർട്ടി മുൻതൂക്കം കൊടുക്കുന്നല്ലേ, ഇന്നവർക്ക് വോട്ട് ചെയ്യണമെന്നോ നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ ഒരുപാട് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നല്ല സഹായം കിട്ടുന്നുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത അഫിലിയേഷൻ സംഘടന HMS ഇന്ന് ഇന്ത്യയിലെ തന്നെ പ്രബലമായൊരു ട്രേഡ് യൂണിയനാണ്. ഈ ട്രേഡ് യൂണിയൻ അപ്ലിക്കേഷൻ നേടുക എന്നത് ഇന്നും കേരളത്തിലെ ചില പോക്കറ്റുകളിൽ പ്രവർത്തിക്കുന്ന ട്രോളിംഗ് തൊഴിലാളികളുടെ സംരക്ഷകരെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടുകൊണ്ടുള്ള ചില സംഘടനകൾ നാളെ നമ്മൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയാൽ HMS അപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റു വേറെ മറ്റു രാഷ്ട്രീയ ട്രേഡുകളൊക്കെ പെട്ടെന്ന് കിട്ടുന്നു. ADC-ലോ CIT-ലോ BMS-ലോ ഇതൊക്കെ പെട്ടെന്ന് കിട്ടും. പക്ഷെ HMS എന്ന സംവിധാനത്തിൽ
വളരെ എളുപ്പത്തിൽ കിട്ടാൻ സാധ്യത. കാരണം ഇന്ന് നിലവിൽ ഒരു ട്രേഡ് യൂണിയൻ, ഒരു ഫ്ലോറിംഗ് മേഖലയെ തൊഴിലാളികൾ പ്രതികരിച്ചുള്ള ട്രേഡ് യൂണിയൻ HMS വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വേറെ ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ അവിടെ അവസരം പക്വതയോടെ സ്വീകരിച്ച അല്ലെങ്കിൽ അതിനെ പക്വതയോടെ പഠിക്കുവാൻ ശ്രമിച്ച ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് ജില്ല. കാരണം നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ അതിനെപ്പറ്റി പഠിക്കുവാൻ നിരവധി അവസരങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. ഇത് നടക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് ഭയങ്കര സാമ്പത്തിക വിപ്ലവം ഉണ്ടാക്കി പുറത്തു പോയ ആൾക്കാരാണ് അവിടെ ഭയങ്കര പിരിവാങ്ങാൻ തിരിച്ചു. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ജില്ലയായ കോഴിക്കോട് ജില്ലയിൽ ഒരു 10-100ഓളം തൊഴിലാളികൾ നമ്മളെ സംഘടനയിൽ ഒരു സമയത്ത് കിട്ടുകയും അവരിപ്പോൾ ഇന്നലെ നമ്മളെ അവിടെ പറയും പഴഞ്ചൊല്ല് ക്ലാസ്സിലുമില്ല പാട്ടിലില്ല സ്ഥിതിയായി. ലേബിളിൽ, കാരണം ട്രേഡ് യൂണിയൻ എന്നൊരു ലേബിളിൽ മാത്രം കാണിച്ചുകൊണ്ട് തൊഴിലാളികളെ സമീപിച്ച് അവരെ വിവിധ രീതിയിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരുടെ സ്വന്തമായിട്ട് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില നാമമാത്രമായ കൂട്ടർ ഇന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്. അതുപോലെ അതിനെപ്പറ്റിയുള്ള ഒരുപാട് പ്രയാസങ്ങൾ. പക്ഷെ അതിനെപ്പറ്റി പഠിക്കുകയും നല്ലൊരു സദ്യ ആണെങ്കിൽ തന്നെ, സദ്യ കഴിച്ചാൽ വയറിനുള്ള സദ്യയാണെങ്കിൽ തന്നെ പറയും അത് വിളമ്പിയ ആ വാഴ, ആ ഇലയുടെ വാഴ, ആ വാഴയ്ക്ക് ഒരു നനവ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ അതുകൂടി ഇല നന്നാവുമായിരുന്നു. അതിൽ മാത്രം ഇതിന് ഒരു 2 ദിവസം വെക്കേണ്ട ആവശ്യം. അവർക്ക് സെക്രട്ടറിയും പ്രസിഡന്റിനും തിരാന്ത ഈ സമ്മേളനമൊക്കെ എല്ലാ യോഗവും. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഗൗരവമായിട്ട് ഈ സമ്മേളനത്തെ കാണും. ഇന്ന് എന്തായാലും ഞായറാഴ്ചയാണ്, അതുകൊണ്ട് അവധിയായതുകൊണ്ട് വന്നതല്ല. ഇന്ന് ഒരുപാട് പരിപാടിയില്ലല്ല. കാരണം ആ ചർച്ചയിൽ അല്ലെങ്കിൽ ആ വിമർശനത്തിന് അതിൻ്റെ കാമ്പുണ്ടാവും. ആ സമ്മേളനം ഇത്ര സമയത്ത് തുടങ്ങി ഇത്ര സമയത്ത് അവസാനിക്കും നമുക്കുണ്ട്. അതിനിടയിൽ ഒരു അധ്യക്ഷൻ വെച്ച അജണ്ടകളുണ്ട്. അജണ്ടകൾ പ്രകാരം നമ്മൾ പോകണം. ഇപ്പോൾ ഒരാൾ സംസാരിച്ചിരിക്കും, അതിനിടയിൽ കയറി വേറെ ആൾ സംസാരിക്കുന്നു. അല്ലെങ്കിൽ ലോകത്തെ ബുദ്ധിജീവികളായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തെ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള എല്ലാവരും നമ്മളെപ്പോലെ തന്നെയുള്ള രൂപമുള്ള ആൾക്കാരാണ്. കൈയും കാലും കണ്ണും മൂക്കും അല്ലെങ്കിൽ തലയും അതിനുള്ളിൽ ചോറക്കുള്ള ആൾക്കാരാണ്. അവരുടെ ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്നു. നമ്മളെ ബുദ്ധി എന്താ? നമ്മളെ ബുദ്ധി മറ്റേ മോൾഡിങ്ങിലും മാർബിളിലും മാത്രം അല്ലെങ്കിൽ ടൈൽസിലും മാത്രം ഒതുങ്ങിപ്പോവാണ്. അല്ല, നമ്മൾ ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള തലച്ചോറിനെ പേറി നടക്കുന്ന ആൾക്കാരാണ്. അതേ ഒരു വേസ്റ്റ്, ഒരു പഴത്തേക്ക് ഇറങ്ങുന്ന പ്രതിനിധികൾ ആ രീതിയിലുള്ള വ്യക്തികളായി അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങളായി മാറണം. നാളത്തെ സമ്മേളനം വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുള്ള ഓരോ പ്രതിനിധികൾക്കുമാണ്. ആ രീതിയിൽ ഇടപെടലുകൾ നമുക്കുണ്ടാകാൻ വേണ്ടി നമ്മൾ സ്വയം പര്യാപ്തമാകണം, സ്വയം മാറാൻ തയ്യാറാവണം. കാരണം ലോകം മുഴുവൻ പരവതാനിരിക്കാതെ നമുക്ക് നടക്കാത്ത കാര്യമാണ്. സ്വന്തം കാലിൽ ചെരുപ്പിടാൻ നമുക്ക് പറ്റും. നമ്മളിവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ഓരോ ഗൗരവമേറിയ ചർച്ചകൾക്ക് നിങ്ങളെ മുൻതൂക്കം കൊടുക്കണം. അത് ഒരു അണികിട വിട്ടുമാറാതെ നിലപാടുകൾ, സംഘടനയുടെ നിലപാടുകൾക്കൊപ്പം സഞ്ചരിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളായിട്ടാണ് നിങ്ങൾ പങ്കുവെക്കേണ്ടത്. വിപ്ലവകരമായ പുതിയ പുതിയ ആശയങ്ങൾ ഇനിയും ഒരുപാട് ജനിക്കുവാനുണ്ട്. കാരണം പണ്ട് ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ മറ്റേ റൈസവർമാർ വിമാനം കണ്ടുപിടിച്ചു. അപ്പോൾ തീർന്നില്ല, കണ്ടുപിടുത്തങ്ങൾ അവസാനിച്ചിട്ടില്ല, കണ്ടുപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുപിടിക്കുന്ന മനുഷ്യൻ. അതിൻ്റെ ഒരു വിത്ത്, അതിന് വിത്ത് കിട്ടിയത് നമുക്ക് ഇവിടുന്നാണ് കാസർഗോഡ് ചെയ്യുന്നത്. നിങ്ങളോട് അഭിമാനിക്കേണ്ടതാണ്. അപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ ഇവിടെയുള്ള ഓരോ തലച്ചോറുകളുണ്ട്. അതും നമ്മൾ മുന്നോട്ട് വെക്കണം. ഈ ആശയങ്ങൾ ഇവിടെ എഴുതപ്പെടണം. അത് വെച്ച് നമ്മൾ ചർച്ച ചെയ്യണം. റിപ്പബ്ലിക് ദിന ആശംസകളോടൊപ്പം ഈ പ്രതിനിധി സമ്മേളനം ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓരോരുത്തർക്കും സമ്മേളന അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ തൊഴിലാളികളെയും ഏതെങ്കിലും
ഇതിനോട് സഹകരിക്കാം. വിശ്വാസം അല്ലെങ്കിൽ ആ ക്ഷേമം ചെയ്യുന്ന സംവിധാനം തൊഴിലാളികൾക്ക് ഗുണകരമാണ്. $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.